അതായത് വരുന്ന 20-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. 21-ാം തീയതിയാണ് ഈ കേസ്. അതായത് അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. പക്ഷേ 21-ന് വീണ്ടും കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തികച്ചും സാങ്കേതികമായ ഒരു നടപടിക്രമം മാത്രമാണ്. കാരണം ഇതിൽ വാദം കേട്ടതിന് ശേഷമാണ് അറസ്റ്റ് തടയുന്ന ഒരു നടപടിയിലേക്ക് കോടതി കടന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായി മാറുമായിരുന്നു. വാദം കേൾക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്കൊന്നും കടക്കുകയോ ചെയ്യുന്ന ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് വളരെ നാടകീയമായി ഇന്നലെ ഇതിൽ പരാതിക്കാരിയായ യുവതി ഈ കേസിൽ കക്ഷി ചേരുന്ന ഒരു സാഹചര്യം, അതായത് തൻ്റെ ഭാഗം കൂടി കേൾക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേസിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടാകുന്നു. അതിനുവേണ്ടി യുവതിയുടെ അഭിഭാഷകൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും ADM നവീൻ ബാബുവിൻ്റെ കേസിലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുമൊക്കെ വാദമുഖങ്ങളുമായി കോടതിയെ സമീപിച്ച അതേ അഭിഭാഷകൻ തന്നെയാണ് ഈ യുവതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വശങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സാവകാശം അദ്ദേഹം തേടിയിട്ടുണ്ട് എന്നാണ് സൂചന. അതുകൊണ്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് വരുന്ന 21-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 21-ാം തീയതി പഴുതടച്ച വാദമുഖങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കും. അപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ആ വിഷയത്തിലെടുക്കുന്ന നിലപാടായിരിക്കും ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായി ഒരു ആശ്വാസകരമായ നടപടിയായി മാറുമോ അല്ലയോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തതയിലേക്ക് നയിക്കുകയുള്ളൂ. നിലവിലുണ്ടായിരിക്കുന്നത് തികച്ചും സാങ്കേതികത്വം നിറഞ്ഞൊരു നടപടിക്രമം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വിലയിരുത്തലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ 21-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന ശക്തമായ വാദമുഖങ്ങൾ, അതോടൊപ്പം കോടതിയിൽ സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കുന്ന തെളിവുകൾ, അത് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു വിധി പറയുക. അതിനെ എതിർക്കാനായി പ്രതിഭാഗം മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾ എത്ര കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോടതി വിലയിരുത്തും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായിട്ടും അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അത് ഈ കേസിൽ മാത്രമാണ്. നിലവിൽ ഉയർന്നു വന്നത് 2 പരാതികളാണ്. ആ 2 പരാതികളിൽ ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കുന്നു. 21 വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. 21-ന് വീണ്ടും കേസ് പരിഗണിക്കും. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സഗൗരവം തന്നെ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിൽ ഒരു കേസിൽ മാത്രമാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് അഥവാ രഹസ്യമൊഴി അതിജീവിതം നൽകിയിരിക്കുന്നത്. പക്ഷേ 2ാമത്തെ കേസിൽ അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായിട്ടില്ല. ആ കേസിലെ പരാതിക്കാരി വലിയ സമ്മർദ്ദത്തിന് വഴങ്ങി 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകാൻ തയ്യാറാകാതെ പിൻവാങ്ങുകയായിരുന്നു. തനിക്ക് പാർട്ടി നേതൃത്വത്തിനാണ് പരാതി നൽകുന്നത്. പാർട്ടി അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പാർട്ടി അധ്യക്ഷൻ തന്നെ കൈമാറുന്ന ഒരു സാഹചര്യം. പിന്നീട് അതിൽ FIR രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇതിലേക്കൊക്കെ നയിച്ചത് എന്താണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ യുവതിയുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇനി ഏറ്റവും ആകാംക്ഷ നടത്തുന്ന ചോദ്യമായി മാറാൻ പോകുന്നത്. തീർച്ചയായും ഡാൻ പറയുന്നതനുസരിച്ച് അങ്ങേയറ്റം സങ്കീർണമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നു എന്നാണ്. പക്ഷേ ഡാൻ, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സംശയമുണ്ട്. ഞാൻ ആ സംശയത്തിലേക്ക് വരാം അതിനു മുമ്പ്. കാരണം ആ ഡേറ്റ നമ്മളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കണമല്ലോ. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ വ്യക്തിപരമായി ഉണ്ടാകുന്ന സംശയം, ഈ അനുകമ്പയുണ്ടോ നമ്മുടെ സംഘത്തിന് അല്ലെങ്കിൽ അന്വേഷണ നിയമ സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ഒരു ദൃശ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. രാഹുൽ മാങ്കൂട്ടം 2 വീലർ ഓടിക്കുന്നു. എങ്ങനെയാണ് ഓടിക്കുന്നത്? ഹെൽമറ്റ് വെക്കാതെയാണ് ഓടിക്കുന്നത്. സാധാരണ പലപ്പോഴും ഈ പോലീസ് സംഘമൊക്കെ ഓടിച്ചിട്ട് പെറ്റിയടിക്കുന്ന സാഹചര്യമുണ്ട്, ഹെൽമറ്റൊക്കെ വെച്ചില്ല എങ്കിൽ. അതല്ല, ദൃശ്യങ്ങൾ ലഭിച്ചാലും അങ്ങനെയൊക്കെ ഓടിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പെറ്റി പോലും അടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ മാധ്യമങ്ങൾക്ക് അത് ലഭിക്കാത്തതാണോ എന്നറിയില്ല. ഇനി അന്വേഷണ സംഘത്തിലേക്ക് വരാം. അവിടെ അന്വേഷണ സംഘം
തുടക്കം മുതൽ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അതായത് പരാതി ലഭിച്ച നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അന്വേഷണം നടത്തുന്നു. പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തുന്നു. തിരുവനന്തപുരത്ത് സംഘം അന്വേഷിക്കുന്നു. രാഹുലിൻ്റെ മടൂരിലുള്ള വസതിയിലേക്ക് സംഘം എത്തുന്നു. എന്തിന് കേരളത്തിന് പുറത്തുപോയി പോലും അന്വേഷണ സംഘം ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചു. പിന്നെ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യവുമായി എത്തിയപ്പോൾ അന്വേഷണ സംഘം പറഞ്ഞത് രാഹുലിനെ പിടികൂടിയില്ല എങ്കിൽ വലിയ തോതിൽ തെളിവുകൾ നശിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. രാഹുൽ പുറത്തിറങ്ങിയാൽ വലിയ തോതിൽ ഈ ഇരയടക്കം സമ്മർദ്ദത്തിലാക്കാം എന്നുള്ളതാണ്. രാഹുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കേസിൻ്റെ നിർണായകമാകുന്ന സാക്ഷികളെ സ്വാധീനിക്കാം എന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ വേണം. കസ്റ്റഡിയിൽ ലഭിച്ചില്ല എങ്കിൽ നിർണായകമാകുന്ന വിവരങ്ങൾ നഷ്ടമാകുമെന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞതിനോടൊപ്പം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം കൂടി രാഹുലിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിജീവിതയുടെ നീതിയാണ് അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ടത് എങ്കിൽ ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഇപ്പോൾ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് ഹാജരാകണമെന്ന് അടക്കം നിർദ്ദേശിച്ചിട്ടും ഇതുവരെയും അന്വേഷണ സംഘം അങ്ങനെ ഒരു നോട്ടീസ് രാഹുലിന് നൽകിയിട്ടില്ല? ഈ സമയത്തൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇരയെ സ്വാധീനിക്കാൻ സാധിക്കില്ലേ? സമ്മർദ്ദം ചെലുത്താൻ സാധിക്കില്ലേ? തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കില്ലേ? സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കില്ലേ? അതൊരു സാമാന്യമായ സംശയമല്ലേ? അവിടെയാണ് രാഹുലിന്, അതായത് നോട്ടീസ് പോലും അയക്കാത്ത അന്വേഷണ സംഘം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്നത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് മാത്രമേ ചോദ്യം ചെയ്യുകയുള്ളൂ എന്ന ഒരു നിലപാടിലേക്കാണ് ഈ SIT പോകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദിവസമാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയത്. അതിനു മുമ്പ് വരെ ഈ കാടടച്ച് പരിശോധിക്കുക എന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങിയേക്കും കാസർഗോഡ് എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അവിടെ പോലീസ് സ്റ്റേഷൻ, അവിടെ കോടതി പരിസരത്ത് വ്യാപകമായി പോലീസിനെ അടക്കം വിന്യസിച്ചിരുന്നു. അങ്ങനെയുള്ള പോലീസ് സംഘം ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൺമുന്നിലുണ്ടായിട്ട് പോലും ഒരു ചോദ്യം പോലും ചോദിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ സംഘം മന്ദഗതിയിലായി. കോടതി തീരുമാനം വരെ ഇനി കാത്തിരിക്കുക എന്നതാണ് SITയുടെ നിലപാട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യം. അതിജീവിതയുടെ നീതിയാണ് ഉറപ്പാക്കേണ്ടത് എങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക, രാഹുലിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്നതല്ലേ ചെയ്യേണ്ടത്? അതിനു പകരം അറസ്റ്റ് മാത്രമേ ചെയ്യൂ എന്ന ഒരു നിലപാടിലേക്ക് എന്തിന് അന്വേഷണ സംഘം പോകുന്നു എന്ന സംശയം ഉയരുന്നത്. കസ്റ്റഡിയിൽ മാത്രമേ ചോദ്യം ചെയ്യൂ എന്ന നിലപാടിലേക്ക് പോകുന്നത്. സമാനമാകുന്ന പരാതികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ഇത് മാത്രമാണോ അന്വേഷിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നത്. അവിടെയാണല്ലോ ഈ ഡാൻ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എടുത്തു പറയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയും ആയുധവുമായിരുന്നു. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. UDFനാണ് അനുകൂലമായൊരു തരംഗം കേരളത്തിലുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം മുന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യുന്നില്ല, വിവരങ്ങൾ ശേഖരിക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് സാമാന്യമായ സംശയം ഉണ്ടാകില്ലേ ഡാൻ? അഭിലാഷ്, സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ്. അതുകൊണ്ട് രാഹുലുമായി ബന്ധപ്പെട്ട ഇനി എന്ത് നടപടികളോ എന്ത് തരത്തിലുള്ള നിയമ നീക്കങ്ങളോ പോലീസിൻ്റെയോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഔദ്യോഗികമായി അതിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ല. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ അക്കാര്യം പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. രാഹുലിൻ്റെ വിഷയത്തിൽ പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന അവസാനത്തെ ആയുധവും, അതായത് കൃത്യമായി കെ മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ പാർട്ടി തലത്തിൽ ഒരു നടപടിയും എടുക്കേണ്ടി വരില്ല. ആ നടപടി എടുത്തതിൻ്റെ ഗുണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാനത്ത് ലഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയമായി UDFന് അത് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് അത് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഇനി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് രാഹുൽ ആദ്യഘട്ടം മുതൽ മുമ്പോട്ട് വെക്കുന്ന കാര്യം തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്നതാണ്. അതായത് രാഷ്ട്രീയമായി തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന വാദമുഖമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആദ്യത്തെ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും രാഹുൽ പറഞ്ഞത്. പക്ഷേ കോടതിയുടെ മുമ്പിലേക്ക് വന്ന ആ തെളിവുകൾ, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ, അതോടൊപ്പം അവിടെ നടന്ന വാദങ്ങൾ, യുവതി നൽകിയിരിക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റിലെ വിശദാംശങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചതിന് ശേഷമാണ്
സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളുന്ന തരത്തിലേക്ക് നീങ്ങിയത്. വെറുതെ തള്ളുകയായിരുന്നില്ല. അതിനുശേഷമാണ് ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴാണ് 2 തവണ അറസ്റ്റ് നീട്ടിവെക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായത്. കേസ് പരിഗണനയ്ക്കെടുത്തിരുന്നില്ല. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ഈ പരാതിക്കാരി കൂടി തന്നെ കക്ഷി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ കോടതിയെ സമീപിച്ച സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ കക്ഷി ചേർക്കുകയും അവരുടെ അഭിഭാഷകന് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സാവകാശം നൽകുകയും, അതായത് സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനായി സാവകാശം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 21-ാം തീയതി എന്ന ദിവസം ഈ കേസിൽ നിർണായകമായി മാറും. അതുകൊണ്ട് തന്നെയാണ് അതുവരെ ഉള്ള സാങ്കേതികമായ ഒരു നടപടി മാത്രമാണ് എന്ന കാര്യം ഞാൻ ആദ്യം മുതൽ ആവർത്തിച്ചത്. അത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സ്വാഭാവികമായ ഒരു നടപടിക്രമം. 21-ാം തീയതി ഇതിൽ കൃത്യമായ ഒരു വാദപ്രതിവാദം നടക്കും. അവിടെ ഹൈക്കോടതി പരിഗണിക്കുന്നത് പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെയും ഈ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ യുവതിയുടെ ഭാഗം കേൾക്കാനുള്ളൊരു അവസരം കോടതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അവിടെ അവർ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾക്ക് കോടതി മുൻതൂക്കം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി ഉണ്ടാകും. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു, അതിനെ പിന്നീട് രാഷ്ട്രീയമായി ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ഉപയോഗിക്കുകയാണ്, തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്ന പ്രതിഭാഗം മുമ്പോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ശരിവെക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ ഒരു വിധിയായി അത് മാറും. എന്തായാലും കാത്തിരിക്കാം. 21-ാം തീയതി ഈ കേസ് ഹൈക്കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്കെടുക്കുമ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് കോടതി സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവിടെയായിരിക്കും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ ഒരു വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്ത് 21-ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. യെസ്, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലെ ഉണ്ടാകില്ല എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമാണ്, അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേറെ ആരോപണങ്ങൾ നേരിട്ടവരൊക്കെ തിരിച്ചു വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻ പറഞ്ഞത് പ്രസക്തമാണ്. ഇനിയുള്ള നിയമ നടപടികൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറും. പക്ഷേ കോടതിക്ക് മുന്നിൽ ഉള്ളത് ഇപ്പോഴും മുൻകൂർ ജാമ്യ ഹർജിയാണ് എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ നിലയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റ് എന്നതിലേക്ക് കോടതി കടക്കാറില്ല. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ആൾ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, അത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ജീവന് പോലും അപകടാവസ്ഥ സൃഷ്ടിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ഇതുപോലെ സമാനമായ ക്രൈം, അതിക്രൂരമായ ക്രൈം ആവർത്തിക്കുകയോ അത്തരം സാധ്യതകളൊക്കെ ഒരാൾ കുറ്റകൃത്യം ചെയ്ത ഒരാൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുമോ എന്നതാണ് സാധാരണ നിലയിൽ കോടതിയിൽ വാദമായി ഉന്നയിക്കാറുള്ളത്. പക്ഷേ ആ വാദങ്ങളൊക്കെ ഇനി പ്രോസിക്യൂഷൻ എങ്ങനെയാണ് നിലനിൽക്കുക എന്നതിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പുറത്താണുള്ളത്. അതായത് കൃത്യമായൊരു പരാതി ലഭിച്ച് പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി FIR നിലനിൽക്കുമ്പോൾ തന്നെ പ്രതി പുറത്താണുള്ളത്. അപ്പോൾ ഇതുവരെയും സംഭവിക്കാത്ത എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ തന്നെയേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന നിലപാട് എന്തുകൊണ്ട് എന്ന സംശയമൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതിന് കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചാൽ ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയേക്കാം. അതല്ല എങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യവുമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്തായാലും അതിജീവിതയ്ക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കുന്നു. അതിനുള്ള അപേക്ഷ ഇപ്പോൾ കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജനുവരി 21-നാണ് കേസ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ കോടതി എടുക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നത് നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.